ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം, ഹാപ്പി ക്രിസ്മസ് ഓൾ ഓഫ് യു. ക്രിസ്മസ് ദിനത്തിൽ നമ്മൾക്ക് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നമുക്ക് പ്രോഗ്രാം ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉച്ചവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിഹേഴ്സലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വയറ് വിശന്നപ്പം ഇന്ന് നമുക്ക് പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് ആരും ഞങ്ങളെ ക്ഷണിച്ചില്ല. കാരണം സമയമില്ലാത്ത കാരണം കൊണ്ടാണ്, വിളിക്കാഞ്ഞിട്ടല്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിലും അറിയാമല്ലോ, രാവിലെ റിഹേഴ്സലിനൊക്കെ പോയതുകൊണ്ട് ഒന്നും ആക്കിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ ദേപ്പുട്ടിലാണ് കേട്ടോ. കാരണം ഒരു സ്പെഷ്യൽ ട്രീറ്റാണ് ഇന്നവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അവർ സ്പെഷ്യലായിട്ട് ഒരു അച്ചായൻ സദ്യ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ട്രൈ ചെയ്യുന്നോ, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾക്കൊന്നും മനസ്സിലായില്ല. രണ്ടാമത് നമ്മളെല്ലാവരും കൂടി ഓക്കെ അത് തന്നെ മതി എന്ന് പറഞ്ഞു, സദ്യ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു വെറൈറ്റി സദ്യയായിരുന്നു. ആദ്യം തന്നെ കട്ട്ലേറ്റ്, പ്ലം കേക്ക്, അതുപോലെ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, അപ്പം, അതുപോലെ താറാവ് സ്റ്റൂ, ചിക്കൻ ഉണ്ടായിരുന്നു വരട്ടിയത്, അതുപോലെ തന്നെ ബീഫ്. പിന്നെ ഈ നോൺ ഐറ്റംസ് ഒന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഞാൻ ഇങ്ങനെ ടേസ്റ്റ് നോക്കി. പിന്നെ ബീഫൊന്നും ഞാൻ കഴിക്കില്ല, അതും കൂടെ കണ്ണന് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മോക്കാണെങ്കിൽ ആദ്യം സദ്യയോട് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിച്ച് വന്നപ്പം അവൾ ഓരോന്നോരോന്ന് ടേസ്റ്റ് നോക്കി. കാരണം ഡിഫറെൻ്റ് ഐറ്റംസ് ആകുമ്പോൾ എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്ക് എന്നെ വയറ് നിറയുമല്ലോ. അങ്ങനെ തോരൻ ഉണ്ടായിരുന്നു, 2 രീതിയിലുള്ള അച്ചാറ്, കപ്പ, ചമ്മന്തി, പിന്നെ സാലഡ്സിൻ്റെ കുറച്ചിത്, ചമ്മന്തിപ്പൊടി, ഇതൊക്കെയാണ് ആദ്യം തന്നത്. അതിൽ അപ്പവും നമ്മൾ ഈ എന്താ പറയുക, സ്റ്റൂ എന്ന് പറയുന്ന പോലെ രീതിയിലുള്ള കറിയാട്ടോ, മറ്റേ താറാവിൻ്റെ. അപ്പോൾ അതും കൂടെ നമ്മൾ കഴിച്ചതിന് ശേഷമേ ചോറ് തരുള്ളൂ. അപ്പോൾ ആദ്യം അത് ട്രൈ ചെയ്യാണ്. അത് കഴിഞ്ഞാണ് ചോറ് നല്ല മാമ്പഴക്കറി. അപ്പം ഈ മാമ്പഴക്കറിയും നല്ല മീൻകറിയും പിന്നെ എന്താ പുളിയിഞ്ചി, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ സെർവ് ചെയ്യുന്ന രീതി ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ അത്രയും നല്ല രീതിയിൽ അവർ 2-3 പേര് മാറി വന്ന് അത് വേണോ, ഇത് വേണോ, ഇത് നല്ലതാണോ, ഇഷ്ടമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാം ട്രൈ ചെയ്തിട്ട് അവരുടെ ആ ഒരു ആത്മാർത്ഥത കാണുമ്പോഴേ എല്ലാം വീണ്ടും വേണോ എന്നിട്ട് ഓരോ ടേബിളിൻ്റെ മുന്നിലും എല്ലാവരും മാറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എല്ലാം വിശദീകരിച്ച് തന്നു, ഓരോന്നിൻ്റെ പേരും കാര്യങ്ങളും. എന്നിട്ട് ഇഷ്ടമായോ എന്ന് തന്നെ ഒരു 10 പ്രാവശ്യം ചോദിച്ചു. കണ്ടോ, നമ്മൾ മനസ്സും വയറും നിറഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു ഈ പ്രാവശ്യത്തെ അവിടുത്തെ ക്രിസ്മസ് ട്രീറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം നല്ലോണമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 മണിയോടടുത്ത് തന്നെ ആയി ഈ സമയം. എന്നാലും അവിടെയുള്ളവർ ക്ഷമയോടുകൂടി ഞങ്ങൾക്കെല്ലാം സെർവ് ചെയ്തു കേട്ടോ. അവസാനം പായസം, സേമിയ പായസമാണ്, പക്ഷെ ഒരു പ്രത്യേക കൂട്ടാണ്, ഒരു വെറൈറ്റി ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം 3 പേർക്കും വളരെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.